നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. ക്രൂരമായ ബലാത്സംഗം നടന്നെന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതി നൽകുന്നതിലെ കാലതാമസവും എഫ്ഐആറിലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. ആരോപിക്കപ്പെട്ട പരാതി അതീവ ഗൗരവതരം. സമ്മർദ്ദ സാധ്യത തള്ളിക്കളയാനാവില്ല. പരാതി വൈകിയതിലെ കാരണത്തിലും വൈരുദ്ധ്യമുണ്ട്. പോലീസിൽ പരാതി നൽകാതെ KPCC പ്രസിഡന്റിന് നൽകിയതും കോടതി എടുത്തു പറഞ്ഞു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് മൊഴിയെടുത്തതെന്നും ചൂണ്ടിക്കാട്ടി. ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞു. ക്രൂര ബലാത്സംഗത്തിന് ശേഷവും അതിജീവിത വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതും കോടതി നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി. പരാതി വൈകിയതും പ്രഥമദൃഷ്ട്യാ ബലാത്സംഗത്തിന് തെളിവില്ലാത്തതുമാണ് ജാമ്യത്തിന് കാരണമായത്. രാഹുലിന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. ഈ മാസം 15-ന് രാഹുലിന്റെ കേസിൽ കോടതി വിശദമായി വാദം കേൾക്കും. കഴിഞ്ഞ 2 ആഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ BJP നേതാവ് സന്ദീപ് വാര്യർക്കും താൽക്കാലിക ആശ്വാസം ലഭിച്ചു. ഈ മാസം 15 വരെ സന്ദീപിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് ഈ തീരുമാനം. 15-ന് സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. അതേസമയം മുൻകൂർ ജാമ്യം കിട്ടിയതോടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് സൂചന. നാളെ പാലക്കാട്ടെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമയുടെ സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുലിന്റെ വോട്ട്. അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റ് ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. MLA ആയതിനു ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ദിവസങ്ങളായി ഒളിവിലായിരുന്ന രാഹുലിന് ഇപ്പോൾ കേരളത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ വാദം നടക്കാനിരിക്കുന്നതേയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ പാലക്കാട് സജീവമായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. 15-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ശരീരമാകെ മുറിവേൽപ്പിച്ചു, ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഐ വാണ്ട് ടു റേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തനിക്ക് നേരെയുള്ള പീഡനമെന്നായിരുന്നു അതിജീവിതയുടെ മൊഴിയിലുണ്ടായിരുന്നത്. പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്ന് വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചു. മാനസികമായി ശാരീരികമായി തകർന്നു പോയി എന്നിവയായിരുന്നു അതിജീവിതയുടെ മൊഴി. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നുവെന്നും വീടിന് സമീപം കാറുമായി വന്ന് കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടുവെന്നും രാഹുലിനെ ഭയമാണെന്നും രണ്ടാമത്തെ അതിജീവിത മൊഴി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനി നൈനാനാണ് ഹോം സ്റ്റേയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയതെന്നും മൊഴിയിലുണ്ട്. ആദ്യ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് രണ്ടാം കേസിലും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അത് അംഗീകരിക്കപ്പെട്ടു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2023-ൽ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടതെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുമായിരുന്നു രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി.